ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് മുഖം വെളുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സൂപ്പറായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. നിങ്ങൾ പച്ചരിപ്പൊടിയാണ് എടുക്കേണ്ടത്, വറുക്കാത്ത പച്ചരിപ്പൊടി. ആ പച്ചരിപ്പൊടിയിൽ തരിതരിപ്പ് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന മുഖത്തെല്ലാം യൂസ് ചെയ്യുന്ന പൗഡർ ഉണ്ടല്ലോ, ആ പൗഡർ നമ്മൾ തൊടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീൽ എന്താണ്, ആ ഒരു ഫീലാണ് ആ ഒരു അരിപ്പൊടിക്ക് വേണ്ടത്. അതായത് നമ്മൾ പത്തിരിക്ക് എടുക്കുന്ന പൊടിയെല്ലാം ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. പിന്നെ വറുത്തരിപ്പൊടി ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ വറുക്കാത്തതുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. പുട്ടിൻ്റെ ആ ഒരു തരിതരിപ്പുള്ള പൊടി എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ്. ഈ തൈരിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, നമ്മൾ തൈര് ഉപയോഗിച്ചിട്ട് ഒരു ഫേസ് പാക്ക് റെഡിയാക്കിയിട്ട് ഫേസിലേക്ക് തേച്ചാൽ അതിൽ നല്ലൊരു റിസൾട്ട് എപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി പറ്റാറുണ്ട്. അത് ഓരോരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് അതിനൊരു വേരിയേഷൻ ഉണ്ടാവും കേട്ടോ. ഡ്രൈ സ്കിന്ന്, നോർമൽ സ്കിന്ന്, അതേപോലെ തന്നെ ഓയിലി സ്കിന്ന്, സെൻസിറ്റീവ് സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്, അങ്ങനെ ഒരുപാട് ടൈപ്പ് സ്കിന്നുണ്ട്. നമ്മൾ ആദ്യം ഒരു ഫേസ് പാക്ക് ആയാലും ക്രീം ആയാലും നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്ന എന്ത് സാധനമായാലും നമ്മളെ സ്കിൻ ടൈപ്പ് അറിഞ്ഞ് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾപ്പൊടി, അതായത് കസ്തൂരി മഞ്ഞൾപ്പൊടി ഒറിജിനൽ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള ഒരു പണിയാണ്. കാരണം ഓൺലൈനുകളിലെല്ലാം കസ്തൂരി മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞിട്ടും അത് ഒറിജിനൽ ഒന്നല്ല നമുക്ക് കിട്ടുന്നത്. ഒറിജിനൽ ആണെങ്കിൽ അതിൻ്റെ കളറ് മഞ്ഞ കളറ് ആയിരിക്കില്ല, ഒരുതരം ഒരു ക്രീം കളറായിട്ടുള്ള ഒരു ടൈപ്പാണ് കസ്തൂരി മഞ്ഞളുടെ ഒറിജിനൽ എന്ന് പറയുന്നത്. കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അത്, ഈ 2 പൊടി മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും നമ്മൾ കറികളിൽ യൂസ് ചെയ്യുന്ന പാക്കറ്റ് പൊടി ഉണ്ടല്ലോ, അതായത് ഈ പാക്കറ്റ് പൊടി മീൻസ് പ്രിസർവേറ്റീവ്സ് എല്ലാം ആഡ് ചെയ്ത് കറികളിൽ യൂസ് ചെയ്യുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടി നമ്മൾ യൂസ് ചെയ്യരുത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ മുഖത്തും കഴുത്തിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാ സാധനവും നമ്മുടെ കഴുത്തിലും അപ്ലൈ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലയെന്നാണെങ്കിൽ ആ ഒരു ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യും. അപ്പോൾ കഴുത്തിൽ അപ്ലൈ ചെയ്യാത്തവർക്ക് മനസ്സിലാക്കാനും വേണ്ടി പറ്റൂ നമ്മൾ ആ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് നമുക്ക് വന്ന റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അത് ഒറ്റ യൂസിലൊന്നും ആ ഒരു ഡിഫറൻസ് മനസ്സിലാവില്ല. നമ്മൾ എന്തൊരു സാധനം അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 2-3 ആഴ്ച അത് കണ്ടിന്യൂസ് ചെയ്യണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. 2 ദിവസം തേച്ചിട്ട് എനിക്കിതിന് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയാൽ ആ റിസൾട്ട് കിട്ടില്ല. അതുപോലെ തന്നെയാണ് ചിലരുടെ സ്കിന്നിൻ്റെ കാര്യം. ചില സ്കിൻ ടൈപ്പിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും, പക്ഷെ ചില സ്കിൻ ടൈപ്പിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം 20 മിനിറ്റ് വെക്കുക. അതിനുശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയട്ടോ. കഴുകി കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയ മസാജ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്തും നമ്മൾ ഒരു ചെറിയ മസാജ് കൊടുത്തിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കുക, എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. മസാജിങ് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. വെറുതെ വാരി തേച്ച് കഴുകി കളഞ്ഞാലൊന്നും റിസൾട്ട് കിട്ടില്ല, പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഇത് നല്ലൊരു ഫേസ് പാക്കാണ്. നിങ്ങളുടെ ടാന് മാറാനും മുഖം നല്ല നിറവും തിളക്കവും വരാനും സഹായിക്കുന്ന ഫേസ് പാക്കാണ്. നിങ്ങൾക്കിത് ഡെയിലി യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ അരിപ്പൊടിയിൽ ഒരിക്കലും തരിതരിപ്പില്ലാത്ത എടുക്കുകയാണെങ്കിൽ നിങ്ങളത് ഡെയിലി യൂസ് ചെയ്താൽ അതൊരു സ്ക്രബായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് കേടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് പെർമനൻ്റായിട്ട് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ ഡെയിലി നിങ്ങളിത് ചെയ്താൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.